1987 ജൂൺ 1 മലയാളത്തിൽ ഒരു ദിനപത്രം കൂടി പിറന്നു. കോഴിക്കോട് വെള്ളിമാട് കുന്നിൽ നടന്ന ചടങ്ങിന് സാക്ഷിയായി പ്രമുഖ മാധ്യമപ്രവർത്തകൻ കുൽദീപ് നയ്യാരും വൈക്കം മുഹമ്മദ് ബഷീറും അടക്കമുള്ളവർ. ആദ്യ പത്രാധിപർ PK ബാലകൃഷ്ണന്റെ ഇതാ നിങ്ങളുടെ മാധ്യമമെന്ന മുഖപ്രസംഗത്തോടെ ഇറങ്ങിയ പത്രം പിന്നീട് മലയാള മാധ്യമരംഗത്ത് സ്വന്തമായ ഇടം നേടിയെടുത്തു. ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായും അനീതികൾക്കെതിരെ ഇടപെട്ടും പരമ്പരാഗത മാധ്യമങ്ങൾ അവഗണിച്ച വഴികളിലൂടെ മാധ്യമം മുന്നേറി. ദേശീയതലത്തിൽ സാമ്രാജ്യത്വത്തിനും പാശത്തിനുമെതിരെ മതനിരപേക്ഷ ജനാധിപത്യ വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനും അതിനെതിരായ ഭീഷണികൾ നേരിടാനും വളരെ ശക്തമായ, നിഷ്പക്ഷമായ, എന്നാൽ സ്വതന്ത്രവും ധീരവുമായ ഒരു പത്രത്തിൻ്റെ പ്രസക്തിയുണ്ട്, ആവശ്യകതയുണ്ട് എന്ന ബോധ്യമാണ് മാധ്യമം പുറത്തിറക്കാൻ പ്രചോദനമായത്. ഗൾഫ് മാധ്യമത്തിലൂടെ ആദ്യ അന്താരാഷ്ട്ര ഇന്ത്യൻ ദിനപത്രവുമായി ഇന്ത്യയിലും വിദേശത്തുമായി 19 പതിപ്പുകൾ ഇന്ന് മാധ്യമത്തിനുണ്ട്. 30ാം വർഷത്തിൽ സേവനരംഗത്തേക്കും കടക്കും. കൊച്ചിയിൽ ഒരു പുതിയ പ്രിന്റിംഗ് കോംപ്ലക്സ് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ വർഷം തന്നെ തുടക്കം കുറിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. കോഴിക്കോട് ഒരു പ്രൊജക്റ്റിന് തുടക്കം കുറിക്കണമെന്ന് ഉദ്ദേശിക്കുന്നു. ഇങ്ങനെ ബഹുമുഖമായ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. ആഴ്ചപ്പതിപ്പ്, കുടുംബം, ആരോഗ്യമാധ്യമം, വിദ്യ, രുചി, ഗൃഹം തുടങ്ങി വിപുലമാണ് മാധ്യമം പ്രസിദ്ധീകരണങ്ങൾ. 4 വർഷം മുൻപ് മീഡിയ വൺ ചാനലിലൂടെ ദൃശ്യമാധ്യമ രംഗത്തും മാധ്യമം ചുവടുറപ്പിച്ചു. മീഡിയ വൺ, കോഴിക്കോട്.